ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോയിലൂടെ എൻ്റെ കുറച്ച് പഠനത്തിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം ഞാൻ കറൻ്റ്ലി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പഠനം എവിടെ വരെ എത്തി എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പം ഞാൻ സ്വന്തമായിട്ടൊന്ന് മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ ഒരുപാട് ഫ്രണ്ട്സൊന്നും ആയിട്ട് കോണ്ടാക്ട് നമുക്കില്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഞാൻ സ്വയമായിട്ട് മോട്ടിവേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഡെയിലി നമ്മുടെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ് ഇത് ഡെയിലി പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാരലായിട്ട് 2 or 3 GK ടോപ്പിക്സും പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്തു വരുന്നത്. അപ്പം അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെയും കുഴപ്പമില്ല. ഡെയിലി മാത്സ് നോക്കുന്നുണ്ട്, ഇംഗ്ലീഷ് നോക്കുന്നുണ്ട്, മലയാളം നോക്കുന്നുണ്ട്, അതുപോലെ കറണ്ട് അഫയേഴ്സും നോക്കുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട് കേട്ടോ കറണ്ട് അഫയേഴ്സ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പം മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് ഞാൻ ഓൾറെഡി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്താണ് LDC എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പഠിച്ചപ്പം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തായിരുന്നു. അതുകൊണ്ട് ടോപ്പിക്കായിട്ട് പഠിക്കുന്നില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതുപോലെ യൂട്യൂബിൽ നമ്മുടെ ജെറിൻ സാറിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്. സാറ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിലുള്ള ബുക്സിൽ വെച്ചിട്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് മാത്സ്. അതുപോലെ ഇംഗ്ലീഷും മലയാളവും വൊക്കാബുലറി ഒക്കെ നോക്കുന്നുണ്ട്. ഇംഗ്ലീഷും ഗ്രാമർ ഓൾറെഡി പഠിച്ചതാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഞാൻ ഈ ഇത്രയും നാളും കൂടുതൽ ഫോക്കസ് ചെയ്തത് GK ടോപ്പിക്സ്, ജോഗ്രഫിയും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമാണ്. കാരണം ജോഗ്രഫി എനിക്ക് നല്ല അത്യാവശ്യം എളുപ്പമാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ജോഗ്രഫി. അപ്പോൾ പെട്ടെന്ന് അത് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ജോഗ്രഫി ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് സിലബസിലെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 NCERT ചാപ്റ്റേഴ്സും കൂടി ജോഗ്രഫി എനിക്ക് ബാക്കിയുള്ളൂ. ബാക്കി അത്യാവശ്യം നോക്കിയതാണ് ജോഗ്രഫി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ ഒരു റൗണ്ടൊക്കെ പഠിച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിലും ഒരു 2 ചാപ്റ്റേഴ്സ് NCERT ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. ബാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ GK ടോപ്പിക്സിൻ്റെ ടൈമിൽ കൂടുതലും ഞാൻ സ്പെൻഡ് ചെയ്തത് ജോഗ്രഫിക്കും കോൺസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ടായിരുന്നു ഇത്രയും നാളും. ബാക്കിയൊക്കെ ചെറിയ രീതിയിൽ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ സെറ്റാക്കാൻ കാരണം എനിക്ക് ഈസി ആയിട്ടുള്ളതുകൊണ്ടും വേഗം തീർക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും നോക്കുന്നത്. പിന്നീട് വരുന്നത് ഇപ്പം കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്ന GK ടോപ്പിക്ക് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഭയങ്കര ലാഗ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. കേരള ഹിസ്റ്ററി കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പെട്ടെന്ന് തന്നെ തീർത്തിട്ടില്ല, എന്നാലും പെട്ടെന്ന് മൂവ് ആവുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഇന്ത്യയൊക്കെ ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര കൺഫ്യൂഷനുമാണ്, ഓർത്തിരിക്കാനൊക്കെ നല്ല പാടാണ് എനിക്ക്. അപ്പം അതങ്ങനെ ഭയങ്കര ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്റ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിലും. പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല കേട്ടോ. കേരളം അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഒന്നും ആയിട്ടില്ല, പാടാണ്. പിന്നെ വേൾഡ് ഹിസ്റ്ററീൻ്റെ നമ്മുടെ യുദ്ധം, സെക്കൻഡ് വേൾഡ് വാറൊക്കെ ഇല്ല, അതൊന്നും ഒട്ടും അറിയില്ല കേട്ടോ. അതൊക്കെ നന്നായിട്ട് നോക്കാൻ കിടക്കുന്നു. പിന്നെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ് ഒന്നും സെറ്റ് ആവാത്തൊരു സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. 10th വരെ ഉള്ള 10th വരെയുള്ള ഇത് ഓക്കെയാണ് കേട്ടോ. ക്ലാസ്സസിൻ്റെ ടോപ്പിക്സ് ഓക്കെയാണ്. പക്ഷേ NCERT എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. +1 +2 ഭയങ്കര കൺഫ്യൂഷനുമാണ്, ഭയങ്കര ബോറിങ്ങുമാണ് NCERT വായിക്കുന്നത്, ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് എനിക്ക് എക്കണോമിക്സിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം റീഫോക്കസിലുള്ളത് മാത്രം പഠിച്ചാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് NCERT എനിക്ക് തോന്നുന്നത്. ഭയങ്കര ടൈമും ഒരുപാട് എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ +2 ടോപ്പിക്സ് പഠിക്കുമ്പോൾ. അതാണ് എക്കണോമിക്സിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ഉള്ളത് IT നോക്കിയിട്ടേ ഇല്ല കേട്ടോ. IT എനിക്ക് വലിയ കുഴപ്പമില്ല. കമ്പ്യൂട്ടർ അതെനിക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ സ്പോർട്സ് പഠിച്ചിട്ടില്ല. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കലയിൽ കുറച്ച് ടോപ്പിക്സൊക്കെ നോക്കിയിട്ടുണ്ട്.
നമ്മുടെ കഥകളി, മോഹിനിയാട്ടം, പിന്നെ ഏതാണ് തുള്ളൽ, ഇത്രയാണ് നോക്കി വെച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് നോക്കാൻ കിടക്കുന്നു. സയൻസ് പിന്നെ നോക്കുന്നില്ല. ഇത്രയൊക്കെയാണ് എൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇനി ഒരു നെക്സ്റ്റ് വീക്ക് എനിക്കൊരു വലിയ ബ്രേക്ക് ആയിരിക്കും പഠനത്തിൽ വരാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അപ്പം അതുവരെ അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തായാലും ഒരു 1 വീക്ക് ഒട്ടും തന്നെ പഠിക്കാൻ പറ്റലുണ്ടാവില്ല. അപ്പം അതുവരെ എന്തായി എന്ന് എനിക്കും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും ശരിക്കും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാട്ടോ എനിക്ക് ഫീൽ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷെയർ ചെയ്യുന്നത്. ഞാൻ ചെയ്ത എൻ്റെ വീഡിയോയിലൊക്കെ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, അതുപോലെ സജഷൻസ് തന്നിരുന്നു പഠിക്കുന്ന കാര്യത്തിലൊക്കെ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സമയം എടുത്തിട്ട് ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, എന്തായാലും ടൈം വേണമല്ലോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കമൻറ്റ് ചെയ്തതിലും സജഷൻസ് തന്നതിലൊക്കെ താങ്ക്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനി കമ്മിങ് വീക്ക് എനിക്ക് എന്തായാലും ഒരു ബ്രേക്ക് ആയിരിക്കും, ഒന്നും പഠിക്കാൻ പറ്റില്ലുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ആ സമയത്ത് ഒരു ഫുൾ റിവിഷൻ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു വീക്ക്, ഈ വരുന്ന വീക്ക് നമുക്ക് ഫാമിലി ഫങ്ഷൻസ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അത് ഇത്രയും നോക്കുന്നില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. ആ ഒരു വീക്ക് ബ്രേക്ക് എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വരുന്നുള്ളൂ. അപ്പം GK ടോപ്പിക്സ് ഇതുവരെ പഠിച്ചതൊക്കെ റിവിഷൻ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നു. പുതുതായിട്ടൊന്നും ഈ വീക്കിൽ പഠിക്കുന്നില്ല. പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സ്ട്രെസ് ആവുകയാണ് ചെയ്യുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ അപ്ഡേറ്റ്സ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാനതൊക്കെ വായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ ഇവിടെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.